ഈ എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ടാണ് ഈ ഫെയിലായെന്നുള്ളത് ഈ അനലൈസ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ അത് ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്കില്ല് ഞാൻ പഠിച്ചിട്ടുണ്ടാവും, ഏകദേശം പകുതിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പെട്ടെന്ന് ജോബ് കിട്ടണം അല്ലെങ്കിൽ ജോബ് കയറണം എന്നുള്ളൊരു ആ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിൽ വരുന്ന നല്ല കമ്പനിയിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുള്ളൂ, ഹാഫ് നോളജേ ഉള്ളൂ. അതേപോലെ ഒരു ഇൻഡസ്ട്രിയിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ എന്താണോ ഡിമാൻഡ്, അതിനനുസരിച്ചുള്ള നോളജ് നമുക്ക് ഉണ്ടാവില്ല. ഒന്നത്. രണ്ടാമത്, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഹാഫ് നോളജ് വെച്ച് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും, നിങ്ങളെ കമ്പനി റിജക്റ്റ് ചെയ്യും അല്ലേ. അതായത് ഒരു കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1 ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പോൾ വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന പോലെ ആയിപ്പോൾ. അതായത് ഒരു ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആകുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, അതായത് എനിക്കിതൊന്നും പറഞ്ഞാൽ വേണ്ടിയല്ല, എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉള്ളിൽ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഏതൊരാളാണെങ്കിലും ഒരു സ്കില്ല് അത് പ്രോപ്പറായിട്ട് 100% പഠിച്ച് എന്ന് നമുക്ക് ഉറപ്പ് വരുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് മാത്രം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക.